ആള് വക്കീലൊക്കെയാണ്. പക്ഷെ ഈ കാര്യം മനസ്സിലാവുന്നില്ല. കൊടുങ്ങല്ലൂരിൽ നിന്ന് അമ്മ ഗുരുവായൂർക്ക് പറഞ്ഞയച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തില് കൊടുങ്ങല്ലൂര് സ്ഥാനാർത്ഥിയാവുമെന്ന് വിചാരിച്ചിട്ട് അവിടെ പ്രചാരണമൊക്കെ തുടങ്ങിയതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് പാർട്ടി നേതൃത്വങ്ങളെ പൊക്കി പിടിച്ചിട്ട് ഗുരുവായൂർ കൊണ്ടേക്കുന്നത്. വത്തിക്കാനിൽ മറ്റൊരു മതത്തിൽപ്പെട്ട അയാൾക്ക് സെൻറ്റർ ആകാൻ കഴിയുമോ എന്നൊരു ചോദ്യം വളരെ മക്കയിൽ ഒരു ഹിന്ദു ജനപ്രതിനിധിയാണ്. BJPയുടെ മുഖ്യ പ്രശ്നം എന്ന് വെച്ചാൽ ഗുരുവായൂരിൽ നിന്ന് ഒരു ഹിന്ദു MLA ഉണ്ടാകണം എന്നാണ് അവരുടെ ആവശ്യം. അതായത് ഏതൊക്കെ അമ്പലങ്ങളുണ്ടോ ഈ അമ്പലങ്ങളിലെ സ്ഥലങ്ങളിൽ നിന്ന് ഹിന്ദുക്കളായിട്ടുള്ള MLAമാരോ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളിലും ഈ തഹസിൽദാർ ഇടപെടണമെന്നാണ് പറയുന്നത്. ഈ പങ്കാളിത്തം എന്നാണ് പറയുന്നത്. തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് ഒരു ക്രിസ്ത്യാനിയെ ഭരിക്കാൻ ഹിന്ദു രാജാവായിട്ടുള്ള പത്മനാഭസ്വാമി ദാസൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ ചെയ്തുവെങ്കിൽ പിണറായി വിജയനെ പോലെയുള്ള തൊഴിലാളി വർഗ നേതാവും ഒരു മതങ്ങളിൽ വിശ്വാസമില്ലാത്ത ഒരു പുരോഗമനകാരി എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ എന്തിനാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു തഹസിൽദാരെ രാഖി രാമൻ ഓടിച്ചുവിട്ടത്?